ഇന്ന് ഇഫ്താറിന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയാലോ? സംഭവം ഭയങ്കര സിമ്പിളാ. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണേ. ഇനി ആ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഉപ്പ് മാത്രം ഇട്ട് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. 2 എണ്ണം പോരാട്ടോ, 3-4 ഒക്കെ ആവശ്യം വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ മുട്ടയിൽ ഇതിന്റെ സൈഡ്സ് എല്ലാം ഒന്ന് മുക്കിയെടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതിന്റെ സൈഡ് ഒന്നും വിട്ടു പോവാതെ സൈഡൊക്കെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പൊരിച്ചെടുക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ബ്രെഡ് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാവേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലാണെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും, പിന്നെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാവേ. പെട്ടെന്ന് പൊരിച്ചെടുക്കാം. വീണ്ടും ഒരു റിമൈൻഡർ എന്ന പോലെ പറയുക, ഇത് പൊരിച്ചെടുക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും തക്കാളിയും സവോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ നമ്മുടെ മയോണൈസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കനോ ബീഫോ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, സംഭവം സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.